നമുക്കെല്ലാവർക്കും ചേർന്ന് രണ്ട് ലൈൻ പാട്ടുകൂടി പാടാം. സത്യമജനം കേട്ടു നീവാ, നിത്യജീവൻ നിനക്കീടുമേ. സത്യമജനം കേട്ടു നീവാ, നിത്യജീവൻ നിനക്കീടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായിരുന്നു എഴുതിയിടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായിരുന്നു എഴുതിയിടുമേ. വരുവീൻ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഇത് കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയോടെ ദൈവ വചന ശുശ്രൂഷയ്ക്കായി നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമായ കർത്താവേ, പകൽ സമയത്തെ അധ്വാനങ്ങൾ ഞങ്ങളുടെ ശരീരം വിരമിക്കുകയും ലൗകികമായ ചിന്തകളിൽ ഞങ്ങളുടെ മനസ്സ് പിൻവാങ്ങുകയും ചെയ്തുകൊണ്ട് കർത്തൃദിനത്തിൻ്റെ ആദ്യയാമങ്ങളിൽ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ഈ ഭവനത്തിൽ ആയിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് നൽകിയ കൃപയ്ക്കായി നാഥ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പല ഭവനങ്ങളിലും പല സാഹചര്യങ്ങളിലുമായിരുന്നു ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഇവിടെ കൂടി വന്നിരിക്കുന്നു. അങ്ങയുടെ ദിവ്യ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ നാഥ. ഈ പരിശുദ്ധമായ നോമ്പിലൂടെ അങ്ങയോടൊപ്പം തേജസ്കരണത്തിൻ്റെ അനുഭവത്തിലേക്ക്, ദൈവികമായ അനുഭവത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അത് ആത്മ ശരീര മനസ്സുകളുടെ ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലായിരിക്കാൻ തക്കവണ്ണം ഈ നോമ്പ് ഞങ്ങൾക്ക് സഹായമാവണമേ. അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുനരുത്ഥാന പെരുന്നാളിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടവകയായി, കുടുംബമായി, വ്യക്തികളായി അവിടുത്തെ പാദപീഠത്തിലേക്ക് എത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതാ ഈ സന്ധ്യ സമയത്ത് കൂടി വന്നിരിക്കുന്ന ഈ ഭവനത്തെ തിരുവൻപാദം സമർപ്പിക്കുന്നു. ഭവനാങ്ങൾക്ക് വേണ്ടി ദൈവമേ ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോ ഭവനങ്ങളെയും ഓരോ വ്യക്തികളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളെയും അവരുടെ ആവശ്യങ്ങളെയും ഓർക്കുന്നു. ഇടവകയായി, സഭയായി അതാ അവിടുത്തെ സന്നിധിയിൽ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ഈ ദിനങ്ങൾ ഞങ്ങൾക്ക് മുഖാന്തരമാവണമേ. ഈ സന്ധ്യയിൽ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് തിരുവചനത്തിലേക്ക് നാഥ ഞങ്ങൾ കടന്നു വരികയാണ്. ബലഹീനായ അടിയന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതായി വചനങ്ങൾ അത് അവിടുത്തെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ എന്ന് അങ്ങയോടെ യാചിക്കുന്നു. അത് അവിടുത്തെ വേദപ്രമാണത്തിലെ അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം
ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എന്നാളും മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ. ആമീൻ. ത്രിയേക ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധമായ വലിയ നോമ്പിൽ പമ്പാടി സെന്റ് ജോൺസ് ചെറിയ പള്ളിയുടെ ഭവനങ്ങളിൽ വെച്ചുള്ളതായ പ്രാർത്ഥനാ സംഗമത്തിൻ്റെ സമാപന ദിവസമാണിന്ന്. വളരെയധികം ആളുകൾ ഈ സംഗമത്തിൽ വന്ന് സംബന്ധിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടുള്ള സന്തോഷം ആദ്യമേ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ചിന്തിച്ചു, ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ട് ആളുകൾ കുറയുമെന്ന്. കാരണം എല്ലാ ഞായറാഴ്ചയും മറ്റ് സന്ദർഭങ്ങളിലുമൊക്കെ എൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുള്ളതുകൊണ്ട് പുതുമയൊന്നും ലഭിക്കാനില്ല എന്നുള്ള ചിന്തയിൽ ആളുകൾ കുറയുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ വളരെയധികം ആളുകൾ വന്നു കൂടുതൽ നിങ്ങൾ ഏവരോടുമുള്ള നന്ദി ആദ്യമായി പ്രകാശിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ നോമ്പ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ജീവിതത്തിൽ നന്നാവാനുള്ള വലിയൊരു സുവർണ അവസരമാണ് നോമ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ആധ്യാത്മികതയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? നമുക്കറിവുള്ളതുപോലെ ട്രിപ്ലിക്കറ്റ് കൺസെപ്റ്റ് ഉണ്ട്. തൃതീയമായ ഒരു കാഴ്ചപ്പാട് ഒരു മനുഷ്യനിൽ നമുക്കറിയാം. ദേഹമുണ്ട്, ദേഹിയുണ്ട്, അല്ലെ ശരീരമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നതാണ്. എന്നാൽ ഹൈന്ദവ ചിന്ത പ്രകാരം അല്ലെങ്കിൽ ഭാരതീയ കാഴ്ചപ്പാട് പ്രകാരം ഒരു മനുഷ്യനിൽ സൂക്ഷ്മ ശരീരമുണ്ട്, സ്ഥൂല ശരീരമുണ്ട്. കാണപ്പെടുന്ന ശരീരം, കാണപ്പെടാത്ത ഒരു ശരീരമുണ്ട്. ഗ്രീക്കുകാരുടെ ചിന്ത ഇതിൽ നിന്ന് വിഭിന്നമാണ്. അവരുടെ കാഴ്ചപ്പാടിൽ ശരീരമുണ്ട്, ആത്മാവുണ്ട്. പക്ഷേ ഈ ശരീരമാണ് ആത്മാവിനെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതുമെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ ക്രിസ്തീയമായ കാഴ്ചപ്പാടിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. വചനം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയണമെന്നില്ല, ഞാൻ തുടങ്ങി തരാം. ആത്മാവിൽ വിതയ്ക്കുന്നവൻ, ബാക്കി പറയാമോ? ആത്മാവിൽ നിന്ന് ബാക്കി നിത്യജീവനെ കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് ക്രിസ്തീയമായ കാഴ്ചപ്പാട്, സഭയുടെ കാഴ്ചപ്പാട്, നമ്മുടെ കാഴ്ചപ്പാടും. നമ്മൾ ഈ ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്, മറ്റൊന്നുമല്ല. എന്താണ് പറയുന്നേ? മസിൽ പിടിച്ചൊന്നും ഇരിക്കണ്ടെങ്കിൽ പറഞ്ഞു അല്ലേ? ആത്മാവിൽ നിന്ന് നിത്യജീവൻ, അതാ നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ ലക്ഷ്യം. അല്ലേ എന്തിനാ നമ്മൾ ഈ ഇതെല്ലാം ത്യാഗങ്ങൾ, അല്ലെ യാതനകൾ, അല്ലെങ്കിൽ എത്രമാത്രം നിഷ്ഠകൾ, എത്രമാത്രം അച്ചടക്കം നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രാർത്ഥിക്കാൻ പറയാം, ചിന്തകളെ കടിഞ്ഞാണിട്ട് ചിത്തത്തിൽ നിർത്തിയിടണം. ചിന്തകളെ നിയന്ത്രിക്കണം, വാക്കിനെ നിയന്ത്രിക്കണം, നമ്മുടെ ഓരോ ചെയ്തികളെ നിയന്ത്രിക്കണം. ഇങ്ങനെയുള്ള നിഷ്ഠയുള്ളതായ ഒരു ജീവിതമാണ് എന്ത് പറ സഭാ ജീവിതം എന്ന് പറയുന്നത്, ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പം ആ നിഷ്ഠയുള്ള ആ ജീവിത
ശൈലി നമ്മൾ അനുഷ്ഠിക്കുന്നത് വഴി, അല്ലെങ്കിൽ വചനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പ്രകാരം എപ്പിക്കുര്യൻ സിദ്ധാന്തം 10, 60, 70, 100 വയസ്സ്, എത്ര വയസ്സും ആകട്ടെ, ആ കിട്ടുന്ന കാലത്ത് കിട്ടാവുന്ന സുഖ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി മാത്രമായി മനുഷ്യന്റെ ജീവിതം മാറിപ്പോകും. അതാ അവർ പറഞ്ഞത്, പഠിപ്പിച്ചതും എന്താണ്? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ബാക്കി പറ. നാളെ അത് പറയത്ത്, നാളെ ചാകുമല്ലോ. നാളെ ചാകാനുള്ളത് ആണ്. അതുകൊണ്ട് എന്താ പറ്റണം? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അതാണ് ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാട്. ഭൗതികമായി ലോകത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ്. അത് നമ്മളിലേക്ക് സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ അതിനെ നമ്മൾ അതിജീവിച്ച് അതിൻ്റെ മേൽ വിജയം നേടി ആത്മീയ ജീവിതം, സഭാജീവിതം നയിക്കുന്നതിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല. എന്താണ് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ? നിത്യജീവനെ പ്രാപിക്കണം. നിത്യജീവൻ നമുക്ക് നഷ്ടമാകരുത്. അതുകൊണ്ട് ഈ കാണുന്നത് താൽക്കാലികം അല്ലേ, കാണാത്തത് നിത്യം. അതുകൊണ്ട് ഈ കാണുന്ന ലോകവും കാണുന്ന ജീവിതവും സമയവും കാലചക്രവും ഇതെല്ലാം എന്ത് സംഭവിക്കും? സമാപിക്കും അല്ലേ? നമുക്ക് അടുത്ത നിമിഷം പോലും നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ടെന്ന് പറയുന്നേ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം താൽക്കാലികമാണ്. പക്ഷെ ഇത് കഴിയുമ്പോൾ, ക്ഷണികമായ ഈ കാലഘട്ടം കഴിയുമ്പോൾ നശ്വരമായ, നശിക്കാത്തതായ ഒരനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും കടക്കുകയാണ്. എങ്ങനെ? ആത്മലോകത്തേക്ക് നാം പ്രവേശിച്ച് നിത്യതയിലേക്ക് എത്തും. അതാണ് നിത്യജീവനാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ആണ് ഇപ്രകാരമുള്ള നിഷ്ഠയുള്ള ജീവിതം നമ്മൾ നയിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തിരുവചനത്തിൽ ഇസ്രായേൽക്കാരോട് മോശ ദൈവികമായ കൽപ്പന പ്രാപിച്ചിട്ട് അവരോട് പറയുന്നുണ്ട്. എന്താ? ഇസ്രായേൽ ജനമെന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ? ഒത്തിരി ജാതികൾ, ഒത്തിരി മനുഷ്യരുണ്ടായിരുന്നു ഈ ഭൂമിയിൽ. അതിൽ നിന്ന് പ്രത്യേകമായി യഹോവയാൻ ദൈവത്താൽ എന്ത് ചെയ്തത് ആരാണ്? പറ. വേർതിരിക്കപ്പെട്ടവരാ. ഒരു ഉടമ്പടിയുടെ കവനന്റ് പീപ്പിൾ, ഒരു ഉടമ്പടിയുടെ മക്കളാണ്. ആരുമായിട്ട്? യഹോവയാൻ ദൈവവുമായിട്ട്. ആ ഉടമ്പടി സീനായി മലയിൽ നിന്ന് മോശ പ്രാപിച്ചിട്ട് വന്നതെല്ലാം വായിച്ച് കേൾപ്പിച്ചിട്ട് രക്തം കൊണ്ട് സത്യം ചെയ്യിച്ച് അവര് യഹോവയുടെ ഉടമ്പടിയുടെ മക്കളാക്കി തീർത്തു. ഉടമ്പടിയുടെ ലക്ഷ്യം എന്താ? ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, നിങ്ങൾ എനിക്ക് ജനമായിരിക്കും അല്ലേ? അപ്പൊ ഇങ്ങനെ ഉടമ്പടിയുടെ മക്കളായിട്ട് ആ തീർന്നിട്ടുള്ള ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ എന്തായിരിക്കണം? ഒരു കണ്ടീഷനുണ്ട്. യഹോവയാൻ ദൈവം എന്താണ്? വിശുദ്ധനാണ് അല്ലേ? അതുപോലെ തന്നെ യഹോവയുടെ ജനങ്ങളും വിശുദ്ധരായിരിക്കണം. അശുദ്ധി ജനത്തിൻ്റെ കൂടെ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ കുഷ്ഠരോഗികളുടെ ഞായറാഴ്ചയൊക്കെ കാണാം. ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൽ കുഷ്ഠരോഗിയെ പറ്റി പ്രത്യേകമായി പ്രതിപാദിക്കുന്ന അന്നത്തെ കാഴ്ചപ്പാട് കുഷ്ഠരോഗം വന്ന അശുദ്ധിയാണ്, രോഗം അശുദ്ധിയാണ് അവരുടെ ചിന്തയിൽ അതിനകത്ത് പറയുന്നത്. അതുകൊണ്ട് അശുദ്ധനായി കഴിഞ്ഞാൽ അശുദ്ധൻ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു നടക്കണം. അവന് സമൂഹത്തിൽ എല്ലാവരുടെയും കൂടെ താമസിക്കാം, പാളയത്തിന് പുറത്ത് പോയി താമസിക്കണം. അത് മാത്രമല്ല, അതിന് കാരണം എന്താണ്? ഇവൻ പാപം ചെയ്ത് യഹോവയുടെ കോപം മൂലം, ദൈവശിക്ഷ മൂലമാണ് ഈ പാപം വന്നത്. അങ്ങനെ വിവിധ രീതിയിൽ അശുദ്ധി മനുഷ്യനിലേക്ക് മടന്നു വരാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അശുദ്ധി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് ചെയ്യുവാൻ ക്രിയ അവർ നടത്തിയിരുന്നു. അതാണ് ലേവ്യ പുസ്തകം 23-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. എന്താ? 7-ാം മാസം 10-ാം തീയതി
യോം കിബോർ എന്ന ഹീബ്രു വാക്കിൽ പറയും പാപപരിഹാര ദിനമായി വേർതിരിക്കപ്പെട്ടിരിക്കുക. വർഷത്തിൽ ഒരു ദിവസം. അന്ന് എല്ലാ ഇസ്രായേൽ മക്കളും ആത്മതപനം ചെയ്യണം, അല്ലേ? ആത്മാവിനെ പറ്റി സന്നിധിയിൽ, ദൈവസന്നിധിയിൽ ആത്മതപനം ചെയ്യണം. അന്ന് വേലയൊന്നും ചെയ്യരുത്. ശാബത്ത് ദിവസം പോലെ തന്നെ വേർതിരിക്കപ്പെട്ട ദിനമായിരിക്കണം. ആ ദിവസം യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് നിലവിളിച്ച് അവരുടെ പാപങ്ങൾ കഴുകിക്കളയുവാനുള്ള വലിയൊരു സുവർണ അവസരമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവം തന്നെയാണ് എന്ത് നാം പരിശുദ്ധ സഭയും വലിയ നോമ്പിൻ്റെ അനുഭവത്തിൽ നമ്മൾക്ക് ഒരുക്കി തരുന്നത്. ഒരു ദിവസമല്ല, ഈ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ ആത്മതപനം ചെയ്തെന്ന് പറഞ്ഞാൽ ആത്മാവിന് ചൂട് പിടിപ്പിക്കുക. നമുക്കറിയാം, ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. പ്രത്യേകിച്ച് സർക്കാരൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുക. 11 മണി മുതൽ അതന്നെ 3 മണി വരെ വെയിൽ കൊള്ളരുത്. അത്രയ്ക്ക് ചൂടാണ്. നമുക്കറിയാം, ചൂടുള്ള സമയത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച് ചെയ്യുന്ന കാര്യം ഒരു ലെൻസ് എടുത്ത് പിടിച്ച് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും പേപ്പറോ അല്ലേ എന്തെങ്കിലും തുണിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് ചൂടായി പുകഞ്ഞ് കത്താൻ തുടങ്ങും. എന്നതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ ഈ പരിശുദ്ധമായ നോമ്പിൻ്റെ അനുഭവത്തിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ഉരുകണം, നമ്മുടെ ആത്മാവിനെ ചൂടുപിടിക്കണം, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. എന്താ? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ് നമ്മളോട് അടുക്കിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. ആ ആത്മാവിനോട് ചേർന്നിരിക്കുവാനുള്ള അവസരമാണെന്ത് നോമ്പെന്ന് പറയുന്നത്. ആ ഉപവാസം, കർത്താവിനോട് ചേർന്ന് വസിക്കുക. ആ നോമ്പിൻ്റെ അനുഭവത്തിൽ നമുക്ക് ദൈവത്തോടൊപ്പമായിരുന്ന് ദൈവിക ചൈതന്യം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നോട്ടങ്ങളും എല്ലാം നോക്കുമ്പോൾ പെർഫെക്റ്റാണ്, അല്ലേ? ഞാൻ വല്ല കുറ്റം ചെയ്യുന്നുണ്ടോ? നമ്മൾ ആരെയും കുറ്റക്കാരാണെന്ന് നമ്മൾ ചിന്തിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെയും കുറ്റം ചെയ്യുമോ? അല്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്. പക്ഷെ ദൈവാത്മാവിൽ നമ്മളിലേക്ക് നോക്കാൻ സാധിക്കുമ്പോഴാണ് ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നതാ ഞാൻ പറഞ്ഞത്. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന ദൈവാത്മാവ് നമ്മൾ വ്യാപരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്, നന്നാവാനുള്ള അവസരമാണ് പരിശുദ്ധമായ നോമ്പെന്ന് പറയുന്നത്. തമ്പുരാൻ രൂപ പറഞ്ഞു, ഒരു തോട്ടക്കാരനും അല്ലേ കൃഷിക്കാരനും തോട്ടത്തിൻ്റെ യജമാനൻ വന്നേച്ച് തോട്ടത്തിൽ നോക്കിയപ്പോൾ എല്ലാ വൃക്ഷമൊക്കെ അല്ലേ ഫലം തരുന്നുണ്ട്, നല്ലോണം കായ്ക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ഒരു വൃക്ഷം മാത്രം ഫലം നൽകുന്നില്ല. യജമാനൻ പറയുക, സൂക്ഷിപ്പുകാരനെ അല്ലെങ്കിൽ തോട്ടക്കാരനെ വിളിച്ച് പറയുക, കൃഷിക്കാരനെ വിളിച്ചിട്ട് ഇതങ്ങ് വെട്ടിക്കളയാം, നമുക്കൊരു ഫലവും തരുന്നില്ലല്ലോ. പക്ഷേ ആ കൃഷിക്കാരൻ യജമാനനോട് ആവശ്യപ്പെടുക, എന്നെ ആവശ്യപ്പെട്ടെ, തമ്പുരാനെ അല്ലെ യജമാനനെ, നമുക്കൊരവസരം കൂടെ കൊടുക്കാം അല്ലേ? ഞാനൊന്ന് നോക്കട്ടെ, ഈ വർഷം കിളച്ച് വളമിട്ട് വെള്ളമൊഴിച്ച് എല്ലാം ഭംഗിയായി ചെയ്ത് നോക്കാം. കായ്ച്ചില്ലെങ്കിൽ അടുത്ത വർഷം വെട്ടിക്കളയാം. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും നോക്കി തമ്പുരാൻ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ഉത്ബോധനം, പ്രബോധനമെന്ന് നാം ഓർക്കണം. ജീവിതത്തിൽ ഒരു അവസരം കൂടി, ഒരു നോമ്പ് കൂടി, ഒരു ഉയർപ്പ് പെരുന്നാൾ കൂടി നമുക്ക് സംബന്ധിപ്പാന് നമുക്ക് ദൈവം അവസരം നൽകിയിരിക്കുക. നന്നാവാനായിട്ടുള്ള ഒരു നല്ല അവസരം കൂടി നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്ന്
ദൈവം ആഗ്രഹിക്കുന്ന ഫലം കൊടുത്തേ മതിയാവൂ. ദൈവം അതാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലാതെ നമ്മുടെ ഇഷ്ടം ചെയ്യുവാനല്ല. പിന്നെ ആരുടെയാണ്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആമുഖം അല്പം ദീർഘിച്ചു പോയി. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഇന്ന് നിങ്ങളുമായി ചിന്തിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം എബ്രായ ലേഖനം 11-ാം അധ്യായം 16-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായം 16-ാമത്തെ വാക്യം. കാരണം ആരുടെയും ദിവസമൊന്നും കാണുന്നില്ല, നമ്മുടെ സ്വഭാവമാണ് കാര്യം കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ വായിക്കാം. എന്താ? അവര് അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. അവരോ എന്നുള്ള ആ ഒരു വാക്ക് തന്നെയാണ് ആ വചനം ആരംഭിക്കുന്നത്. ഒരു കൂട്ടം ആളുകളെ പറ്റിയാണ് പൗലോസ്ലീഹ ഈ ഭാഗം പറയുന്നത്, ഈ വാക്യം. അതിനെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. എന്താ? വിശ്വാസത്തിൻ്റെ ഒരു നിർവചനം പറയുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം എന്താ പറഞ്ഞേ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും. അതൊരു നിർവചനമായി നമ്മളറിയാം. ദൈവം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, പക്ഷെ അത് നമ്മുടെ ഒരു ആശയം, അത് ഉറപ്പായി നമ്മൾ അംഗീകരിക്കുകയാണ്. കാണുന്നില്ല, പക്ഷെ അത് നിശ്ചയമായിട്ട് നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ്. അതാണ്. അതുകൊണ്ട് വിശ്വാസത്തിന് നിർവചനം തന്നെ അറിയാം. അത് കഴിഞ്ഞ ശേഷം വിശ്വാസ വീരന്മാരുടെ പട്ടിക തുടങ്ങുകയാണ്. ആദ്യമായുള്ള വിശ്വാസ വീരൻ എന്ന് പറയുന്നത് ഇപ്പത്തെ പുസ്തകം ആദ്യം കാണുന്ന ഹാബേൽ അല്ലേ? ആദ്യത്തെ രക്തസാക്ഷി ഹാബേൽ. അത് മരിച്ചെങ്കിലും വിശ്വാസത്താൽ അവൻ ജീവിക്കുന്നു. അതുകൊണ്ട് ഹാബേൽ തുടങ്ങി വിശ്വാസ വീരന്മാരുടെ പട്ടിക പറയുമ്പോൾ 9-ാമത്തെ വാക്യം 11-ാമത്തെ അവിടെ വിശ്വാസ വീരന്മാരെ പറ്റി പറയുമ്പോൾ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരെ 3 പേരെ പറ്റിയും പ്രത്യേകമായിട്ട് പറയുകയാണ്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. ഇസ്ഹാക്കിനെ പറ്റിയാണ് പ്രിയമുള്ളവരെ ഇന്ന് സന്ധ്യയിൽ. ഇസ്ഹാക്കിൻ്റെ ജീവിതവുമായി നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഒന്ന് പഠിക്കുവാൻ തക്കവണ്ണമാണ് ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കാണാം ഇസ്ഹാക്കിൻ്റെ ജനനം. ഇസ്ഹാക്കിൻ്റെ ജനനം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ അബ്രഹാം പിതാവിന് കൊടുക്കുന്ന വാഗ്ദത്ത സന്തതിയാണ്. ആ വാഗ്ദത്ത സന്തതിയെ ലഭിക്കുന്ന കാര്യം അബ്രഹാമിനെ ഊർ ദേശത്തുനിന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ യഹോവ പറയുന്നുണ്ട്, നിന്റെ മക്കൾ അല്ലേ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും വർദ്ധിക്കുമെന്ന് പല സന്ദർഭങ്ങളിൽ യഹോവ ആരോട് പറയുന്നുണ്ട്? അബ്രഹാമിന്. പക്ഷേ വാർദ്ധക്യമായിട്ടും 55 വയസ്സ് വരെ ആയിട്ടും ഒരു കുഞ്ഞിനെ പോലും ലഭിച്ചില്ല. അപ്പോൾ തൻ്റെ ഭാര്യ സാറ പറയുകയാണ്, ഇനി എന്നിൽ നിന്നോ നമ്മളിൽ നിന്നോ ഒരു കുഞ്ഞുണ്ടാകില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? എൻ്റെ ദാസി ആരാ? ഹാഗാറ് നീ ഭാര്യയായി എടുത്ത് അവളിൽ നിന്ന് ഒരു മകനെ നമുക്കല്ലെ ഒരു കുഞ്ഞിനെ ഒന്ന് തലമുറ നിലനിൽക്കും. അങ്ങനെ 85-ാമത്തെ വയസ്സിൽ ദാസിയിൽ നിന്ന് അല്ലെ ഹാഗാറിൽ നിന്ന് ഇസ്മായേൽ ജനിക്കുന്നു.
അതിനുശേഷം 100-ാമത്തെ വയസ്സിലാണ് എന്ത് ഇതുപോലെ ചൂടുള്ള ഒരു ദിവസം 18-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. വഴിയാത്രക്കാരായി പോകുന്ന 3 പേരെ അബ്രഹാം പിതാവ് കണ്ടിട്ട് കൂടാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരികയാണ് അല്ലേ. അവരോട് പറയും, ഇത്രയും നല്ല ചൂടുള്ള സമയത്ത് ഞങ്ങൾ യാത്ര ചെയ്യാൻ പാടില്ല, വിശ്രമിച്ചിട്ട് എൻ്റെ ഭവനത്തിലേക്ക് വന്ന് താമസിച്ച് എന്ത് ചെയ്യണം, ഭക്ഷണമൊക്കെ കഴിച്ച് സംതൃപ്തനായി പോയാൽ മതി. അവിടെ ചെന്ന് അവരുടെ കാലുകൾ കഴുകി അവരെ സ്വീകരിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ആതിഥ്യം നൽകി ഭക്ഷണമൊക്കെ കൊടുത്ത് തിരിച്ച് അവരെ വണങ്ങിപ്പോകാൻ നേരത്ത് പറയുകയാണ്, അടുത്ത വർഷം ഞങ്ങളിവിടെ വരുമ്പോൾ നിനക്ക് ഒരു മകനുണ്ടാവും. ഇത് കേട്ട് സാറ ചിരിക്കുക. കാരണം ഈ വാർദ്ധക്യത്തിലാണോ എല്ലാ പ്രതീക്ഷയും 100-ാമത്തെ വയസ്സിലാണോ ഇനി കുഞ്ഞുണ്ടാകുന്നത്. അപ്പോൾ സാറായെ അവർ മുഖാമുഖം കാണുന്നില്ല. അപ്പോൾ ആ മനുഷ്യർ പറയുകയാണ്, എൻ്റെ ഭാര്യ എന്ത് ചെയ്യും, അവളെ വിളിക്കൂ. അവൾ ഹൃദയത്തിൽ ചിരിച്ചു. ഞങ്ങൾ ഈ പറഞ്ഞ വചനം കേട്ടിട്ട് അവള് ചിരിച്ചു, കളിയാക്കി. അവൾ വളരെ ഭയത്തോടെ വന്നു. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ച കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നവര് ആരാ? സാധാ മനുഷ്യരല്ല, ഭയന്നാണ്. അങ്ങനെ അനുഗ്രഹം കൊടുത്ത് അങ്ങനെ വാഗ്ദത്തത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതീയ കാഴ്ചപ്പാട് പ്രകാരം അതിഥി ദേവോ ഭവ അല്ലേ, അതിഥികളെ ദേവന്മാരെ പോലെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നുള്ളതനുസരിച്ച് അപ്രകാരമുള്ള ഒരു കർമ്മം ചെയ്തിട്ട് പ്രത്യുപകാരമായി അനുഗ്രഹമായി വാഗ്ദത്തത്തിൻ്റെ നിറകുടമായി ആരെയാ കിട്ടുന്നത്? ലഭിച്ച പൈതലാണ് ആര്? ഇസഹാക്ക്. അങ്ങനെ ജനനം കഴിയുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ തലമുറകൾ, നമ്മുടെ മക്കൾ, ഞാൻ നിങ്ങളുമൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീരിൻ്റെയോ പ്രാർത്ഥനയുടെയോ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയ മക്കളാണ് ഞാൻ നിങ്ങളൊക്കെ. അതുകൊണ്ട് ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ആഗ്രഹപ്രകാരം മാത്രം നടക്കുകയില്ല. വചനം എന്താ പറയുന്നേ? മക്കൾ യഹോവയുടെ ദാനവും ഉദരഫലം അവന്റെ അവകാശവുമാണ്, തമ്പുരാന്റെയാണ്. അതുകൊണ്ട് ഓരോ കുഞ്ഞിൻ്റെയും ജനനം എന്ന് പറയുന്നത് മനുഷ്യനാഗ്രഹിക്കുമ്പോൾ നടക്കണമെന്നില്ല. നടക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതിയായി ദൈവത്തിൻ്റെ വകയായി ഭൂമിയിലേക്ക് വന്നിരിക്കുക. അതുകൊണ്ട് നമ്മളാരും നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി അവകാശവാദം പറയരുതേ. കാരണം എൻ്റെ കുഞ്ഞാണെന്ന് പറയുവാൻ എനിക്കോ നിങ്ങൾക്കോ തമ്പുരാന്റെ വകയാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം. രണ്ടാമത് എൻ്റെ ബാല്യകാലമാണ്. ഇസഹാക്കിന്റെ ബാല്യത്തെ പറ്റി നമുക്കറിയാം. ഞാനൊരു പേര് കൊടുക്കുക, എ ലൈഫ് ലെയ്ഡ് ഓൺ ദ ഓൾട്ടർ. ബലിപീഠത്തിൽ അർപ്പിക്കപ്പെട്ട ജീവനാണ് ആര്? ജീവിതമാണ് ആരുടെയായിരുന്നു? ഇസഹാക്കിന്റെ. ഇസഹാക്കിന്റെ ബലിയെ പറ്റി നമ്മൾ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അബ്രഹാമിനെ പറ്റി പറയുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ, മുന്നോട്ട് വരാം, എവിടെ സീറ്റുണ്ട്, ഇങ്ങോട്ട് പോരെ, ഇവിടെ സീറ്റുണ്ട്. അബ്രഹാമിനെ പറ്റി പറയുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഏറ്റവും വിശ്വാസത്തെ മാറ്റുരച്ചതായ സംഭവം അത് തന്നെയാണ്. അപ്പോ കഷ്ടാനുഭവാഴ്ചയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ അത് സ്മരിക്കും. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം തന്നെ ഈ അബ്രഹാമിന്റെ ബലി, ഇസഹാക്കിന്റെ യാഗത്തെ പറ്റിയുള്ളതായ ആ ഒരു ചിന്ത തന്നെയാണ് പിതാക്കന്മാര് ധ്യാന വിഷയമായി ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താ, നമ്മുടെ തമ്പുരാന്റെ കാൽവറിയിലെ യാഗത്തിന്റെ മുൻകുറിയാണ് ആരുടെ? ഇസഹാക്കിന്റെ യാഗം എന്ന് പറയുന്നത്. ആ യാഗം അർപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിറകുമായിട്ട് പോകുമ്പോൾ മകൻ അപ്പനോട് ചോദിക്കുക, എന്താ പറയുന്നേ? അപ്പ
തീയും വിറകുമുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? നോക്കി, ആ പിതാവിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോയ വാള് അല്ലേ, അത്രമാത്രം വേദനയോടെ ആയിരിക്കാം. ആ പിതാവിന്റെ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക. എന്താ പറയുന്നത്? മറുപടി എന്നാ പറഞ്ഞേ? യഹോവ ഇരേ അല്ലേ, ദൈവം കരുതിക്കൊള്ളും മകനെ. യഹോവ ഇരേ എന്ന് പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിന്റെ ഡെഡ് ഇൻ ടൈം, മരണത്തിന് മുമ്പിൽ നിൽക്കുന്ന സമയം, എല്ലാം നഷ്ടമായി എന്നുള്ള സമയം, നിരാശയുടെ നീർപ്പുഴി നമ്മൾ കിടക്കുന്ന സമയം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രഖ്യാപിക്കുവാൻ സാധിക്കണം, യഹോവ ഇരേ, ദൈവം കരുതിക്കൊള്ളും. ഇതാണ് അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. അതിന് തത്തുല്യമായ മകന്റെ ജീവിതത്തെ നമുക്ക് കാണണം. പ്രത്യേകിച്ച് ഈ കഷ്ടാനുവാഴ്ചയിൽ ചൊവ്വാഴ്ചത്തെ രാത്രി പ്രാർത്ഥന വ്യക്തമായി പറഞ്ഞിരിക്കുക. അതിനകത്ത് ആ സെതറാകൾ, നീണ്ട നിര പ്രാർത്ഥനകൾ നമ്മൾ രാത്രി, ചൊവ്വാഴ്ച രാത്രി ആയതുകൊണ്ട് വീടുകളിലൊന്നും നമ്മൾ ചൊല്ലാറില്ല. വൈദികരായ ഞങ്ങളൊക്കെ ചൊല്ലണമെന്ന് ഞങ്ങൾ ചൊല്ലുന്നുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥന പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം. അവിടെ പറയുകയാണ്, ഇസഹാക്ക് സ്വയമേവ ബന്ധിതനായി യാഗത്തിനായി സമർപ്പിച്ചു. സ്വയമേവ ബന്ധിതനായി. അറിയാം, 100-110 വയസ്സോ കാണും അബ്രഹാമിന്. ബാലിന് കൂടി 8-10 വയസ്സേ ഉള്ളൂ. ഈ കൊല്ലാൻ പിടിക്കുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് ചെയ്യാം? സ്വാഭാവികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതായാലും കൂടെ നടക്കുന്ന കാര്യമൊക്കെ ശരിയാ. കൊല്ലാനായിട്ട് തുടങ്ങുകയാണ്, കത്തിയെടുക്കുന്ന കാണുമ്പോൾ എന്താ ചെയ്യും? ഓടിപ്പോകാം, ജീവൻ അല്ലേ, ഓടിപ്പോകാം. അതുകൊണ്ട് ആ വചനത്തിൽ പറഞ്ഞ സ്വയമേവ ബന്ധിതനായി. അവിടെ പിതാക്കന്മാർ വർണ്ണിക്കുന്നുണ്ട്, ഈ പിതാവിനോട് ഈ മകൻ യാചിക്കുകയാണ്, പിതാവേ, മരണവെപ്രാളത്തിലായിട്ട് ഞാൻ ഓടിപ്പോകാതിരിപ്പാൻ എൻ്റെ കൈകളെയും കാലുകളെയും ഈ ബലിപീഠത്തോട് ചേർത്ത് ബന്ധിക്കണമേ. അതാണ് സ്വയമേവ ബന്ധിതനായി. പിതാവിൻ്റെ ആഗ്രഹം, ഇഷ്ടം നിറവേറ്റപ്പെടുന്ന മക്കൾ. ഇന്നലെ ഒത്തിരി സന്തോഷമുണ്ട്, കുറച്ച് കുട്ടികളൊക്കെ. ഇന്നത്തെ തലമുറ ബാല്യത്തിൽ കൗമാരത്തിലായിരിക്കുന്ന മക്കളോട് ഇസഹാക്കിൻ്റെ ബാല്യവും ജീവിതവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഒരു ആത്മശോധനയ്ക്കായി ഈ നോമ്പ് ദിനങ്ങൾ നമുക്ക് പരിണമിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ഇവിടെ ജനി ടീച്ചർ ഇരിപ്പുണ്ട്, സൺഡേ സ്കൂൾ അധ്യാപകരെല്ലാവരും ഇരിപ്പുണ്ട്. നമ്മുടെ പള്ളിയിലെ അവസ്ഥ തന്നെ വെറുതെ കാര്യമൊന്നും പറയണ്ടല്ലോ, പറയാം. സൺഡേ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ 28 പിള്ളേരുണ്ടെന്നാണ് എനിക്കറിയാവുന്നത് നമ്മുടെ പള്ളിയിൽ സൺഡേ സ്കൂളിൽ. ഈ ജനുവരിയായി, ഫെബ്രുവരിയായി, മാർച്ചായി ഒരു ഞായറാഴ്ചയെങ്കിലും 28 കുട്ടികളെയും പള്ളിയിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ എല്ലാ ഞായറാഴ്ചയും ടീച്ചറിനോട് ചോദിക്കും, ടീച്ചറെ ഇന്ന് എത്ര കുട്ടികളുണ്ട്? ടീച്ചർ പറയും എത്രയുണ്ട്? 15, 17, കഴിഞ്ഞ ഞായറാഴ്ച 16 ആയിരുന്നു, 18, 20, 22 വരെ വന്നിട്ടുണ്ട്. എനിക്കത് പറയാം. ഞാൻ പറയുന്നത്, നമ്മുടെ ബാല്യം ബലിപീഠത്തോട്, ദേവാലയത്തോട്, യാഗപീഠത്തോട്, ദൈവികമായ വചനത്തോട് എത്രമാത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ ബന്ധിച്ചിരിക്കുന്നു, സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. നമ്മുടെ സഭാരത്നം എന്ന പദവി കൊടുത്ത ഒരാളെ അലങ്കരിച്ചു, ആദരിച്ചു. ആരായിരുന്നു പറയുന്നു? അതും അറിയാവുന്ന ആളാണ്. ആരാ? സഭാരത്നം. യോശുവാച്ചൻ ഗുരുരത്നമാണ്. കാലം ചെയ്ത അഭിയെന്ന ഗീവർഗീസ് മാർ ഒസ്താത്യോസ്ത്രിമേനി സഭാരത്നം. അദ്ദേഹം കാലം ചെയ്തിട്ട് 12 വർഷമായി. ഫെബ്രുവരി മാസം 16-ാം തീയതിയാണ് ഓർമ്മ. ആ സഭാരത്നം എന്ന് പറയുന്ന ആ പദവി കൊടുത്ത് മലങ്കര സഭ ആദരിച്ചപ്പോൾ കോട്ടയത്ത് തിരുവാതിക്കലുള്ള തിരുമേനിയുടേതായ ആ സ്ഥാപനത്തിൽ വെച്ചായിരുന്നു.
തിരുമേനി അതിന് മറുപടി പ്രസംഗം പറഞ്ഞു. എല്ലാവരും പുകഴ്ത്തി അഭിനന്ദനമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും ഒക്കെ ആദരിച്ച് കഴിയുമ്പോൾ മറുപടി പ്രസംഗം. തിരുമേനി അതിന് മറുപടി പ്രസംഗം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ രത്നത്തിന്റെ അവകാശി ഞാനല്ല, പിന്നെ ആരാ? ഈ രത്നത്തിന്റെ അവകാശി ഞാനല്ല, എൻ്റെ അമ്മയാണ്. തിരുമേനി കാലം ചെയ്യുന്നതിന് മുമ്പ് തിരുമേനി ഒരു അഭിമുഖത്തില് ജോസ് പാറേക്കടവിൽ സാറ് അഭിമുഖം നടത്തിയതും അത് മലങ്കര സഭയിൽ ഒരു പ്രാവശ്യം വന്നതാണ്. തിരുമേനി പറയുന്ന ഒരു വാക്ക് തന്നെയാണ്, എൻ്റെ ബൈബിളിൽ എൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ മരണം വരെയും സൂക്ഷിച്ചു. കാരണം എൻ്റെ അമ്മയാണ് എൻ്റെ ഗുരു. ഞാൻ ഈ നിലയിൽ, അതാണ് തിരുമേനി പറഞ്ഞത്, ഈ രത്നത്തിൻ്റെ അവകാശി എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ ബാല്യത്തിൽ അല്ലെ ജനിച്ച് ഈ ഭൂമിയിൽ വീണ അന്ന് മുതൽ എനിക്ക് വേണ്ട പേരൻറ്റിങ് അല്ലെങ്കിൽ വേണ്ടതായ രക്ഷാകർതൃത്വത്തിൽ അല്ലെ വേണ്ട ഉപദേശങ്ങൾ നൽകി എന്നെ പഠിപ്പിച്ച് വലുതാക്കി ഇപ്രകാരം ഉയരുവാൻ തക്കവണ്ണം കാരണമായ വ്യക്തി എന്ന് പറയുന്നത് ആരാ? അമ്മ. അതുകൊണ്ട് പ്രിയമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തില് നമ്മുടെ സ്വാധീനം, നമ്മുടെ പങ്കാളിത്തം, നമ്മുടെ ചുമതല എത്രമാത്രമുണ്ട് എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യുക. നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കാം, ഒരു സംഭവ കഥ. ഒരു മനുഷ്യൻ, ഒരു ഗൃഹനാഥൻ വീട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ജോലി കാര്യങ്ങൾ വളരെ ജഡതിയിൽ ചെയ്തു തീർക്കുക. അപ്പോഴാണ് കൊച്ചു പൈതല മകൻ ഓടി വന്ന് അപ്പൻ്റെ അടുക്കൽ വന്ന് ആ ജോലിയിൽ വന്ന് കളിക്കാനും പല രീതിയിൽ ആ പിതാവിനെ തടസ്സപ്പെടുത്തുകയും, എന്നാൽ ഇവൻ്റെ ശല്യം അല്ലെങ്കിൽ ഇവൻ അല്പസമയം അടങ്ങിയിരിക്കട്ടെ എന്നോർത്ത് ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ജോലി ആ മകൻ ഇട്ട് കൊടുക്കുക. ഒരു ഭൂലോകത്തിൻ്റെ മാപ്പ് കീറി ഇട്ട് കൊടുത്തേച്ച് പറഞ്ഞ് ഇതൊന്ന് ഓർഡറിൽ ക്രമീകരിച്ചുകൊണ്ട് പാടാം എന്ന് പറഞ്ഞു കൊടുത്തു. ആ പിതാവ് ഓർത്തത് ഉടൻ തന്നെ അല്ല കുറേ സമയം എനിക്ക് ശല്യമൊന്നും ഉണ്ടാവില്ല. മിനിറ്റുകൾക്കുള്ളിൽ ആ പൈതലല്ല ചെറുക്കൻ അല്ല ബാലൻ നല്ല ഓർഡറിൽ കൊണ്ടുവന്നു. അപ്പോൾ അതിശയം തോന്നി, എങ്ങനെ ശരിയാക്കി? അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞത്, ഈ ചിത്രത്തിൻ്റെ മറുസൈഡിൽ മറുവശത്ത് എന്നെപ്പോലെയുള്ള ഒരു കൊച്ചിൻ്റെ ചിത്രമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും നോക്കി ഞാൻ ആ ചിത്രം യോജിപ്പിച്ചു. അപ്പോൾ ഇത് ശരിയായി. പ്രിയമുള്ളവരെ, വലിയൊരു സത്യം നമ്മെ പഠിപ്പിക്കുക. The child is all right. The world will all right. മക്കൾ നന്നായാൽ തലമുറ നന്നാകും, ലോകം നന്നാകും. വേറെ ആരെയും നന്നാക്കിയിട്ട് കാര്യമില്ല. വരുന്ന തലമുറയെ നല്ല വഴിയിൽ നല്ല ജീവിത പാഠങ്ങൾ പകർന്നു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഭാവിയെപ്പറ്റി ദുഃഖിക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് ഇസഹാക്കിൻ്റെ ബാല്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ, നമ്മുടെ വരും തലമുറയെ പറ്റി നമുക്കുള്ളതായ കൺസേൺ, നമ്മുടേതായ താല്പര്യം എത്രമാത്രം വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ നാം നിറവേറ്റുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തട്ടെ. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇസഹാക്കിൻ്റെ യൗവനം. ഇസഹാക്കിൻ്റെ യൗവനം ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 63-ാമത്തെ വാക്യം. വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിംപ്രദേശത്ത് പോയിരുന്നു. 63-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. അത് ഇസഹാക്കിൻ്റെ യൗവനത്തെ പറ്റി ഉള്ള ഒരു വലിയ ചിത്രമാണ് തരുന്നത്. അത് പറയുമ്പോൾ
ആ 24-ാമത്തെ അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അത് അവിടെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാവുന്ന സംഭവം തന്നെ വിവരിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്കറിയാം അബ്രഹാമിൻ്റെ സ്വന്തം ദേശം എവിടെയാ പറയുന്നേ? അബ്രഹാമിൻ്റെ സ്വന്തം നാട് എവിടെയാ? എഴുത്തുകാരനായ അബ്രഹാം ഒരു മിനിറ്റ് പറയുന്നു. എവിടുന്ന് അബ്രഹാമിനെ വിളിച്ചത് തമ്പുരാൻ അല്ലെ യഹോവ? അയ്യോ, കൽദയരുടെ ഊര് അല്ലേ? കൽദയരുടെ ഊർ ദേശത്ത് അബ്രഹാമിൻ്റെ പിതാവിൻ്റെ പേരിന് തേരഹ് അല്ലേ? അവിടെ കുടുംബമായിട്ട് അവർ ജീവിക്കുകയായിരുന്നു. 10-20 വയസ്സിന് മുമ്പ് യഹോവയൻ ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നിന്റെ എന്ത് ചെയ്യണം? ദേശത്തെയും ചാർച്ചക്കാരെയും സ്ഥലവും വീടും വീട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ കാണിപ്പോനിരിക്കുന്ന ഇന്ന സ്ഥലത്തോടെന്നല്ല പറഞ്ഞത്. നമ്മളോട് പറയുകയാണെങ്കിൽ നീ കോട്ടയത്ത് പോകുന്നു അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്തോട്ടെങ്കിലും പോകും. ഇത് അങ്ങനെയല്ല, കാണിപ്പാൻ അല്ലേ? പോരെ, കാണിപ്പാനിരിക്കുന്ന സ്ഥലം. അങ്ങനെ അവിടുന്ന് യാത്ര ചെയ്ത്, അതേപോലെ ട്രെയിനും പ്ലെയിനും ഒന്നുമില്ല, നടന്ന് അല്ലേ ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. അങ്ങനെ ചെന്ന് കനാന്യരുടെ നാട്ടിലാണ് ആയിരിക്കുന്നത്. 24-ാമത്തെ അധ്യായത്തിൽ വായിക്കും. നമ്മൾ പറഞ്ഞല്ലോ 100-ാമത്തെ വയസ്സിൽ ഒരു മാനയും കിട്ടി. അങ്ങനെ ഇസഹാക്കിന് 40 വയസ്സായി. അപ്പോൾ ഒരു പിതാവ് സ്വാഭാവികമായി ഇവനും ഒരു കുടുംബം വേണം. അപ്പോൾ എൻ്റെ വൃദ്ധനായ എലേസാറിനോട് പറയുകയാണ്, നീ ഇവന് പ്രായമായി, ഇവനെ വിവാഹം കഴിപ്പിക്കണം. പക്ഷെ ഒരു കണ്ടീഷൻ. എന്താ? അറിയാവുന്ന ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ആർക്കും ഇതൊന്നും വായിക്കാതെ, പണ്ടൊക്കെ സൺഡേ സ്കൂളിലൊക്കെ ചെറുപ്പകാലത്ത് പഠിച്ചതൊന്നും ഓർക്കുന്നില്ല അല്ലേ? എന്താ ചെയ്തേ? ഇസഹാക്ക് എങ്ങനെ കല്യാണം കഴിച്ചേ? എൻ്റെ ദൈവത്തിൻ്റെ സ്വത്തിനോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കരുത്, നമ്മൾ കനാന്യ പുറജാതികളുടെ നാട്ടിലാണ്. ഈ പുറജാതി സ്ത്രീകൾ, പ്രത്യേകിച്ച് കനാന്യ സ്ത്രീകൾ വളരെ സുന്ദരികളാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ സുന്ദരികളായ സ്ത്രീകളെ ഒന്നും വേണ്ട. പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ സ്വന്തം കുലത്തിലും ചാർച്ചയിലും പെട്ട ഒരു പെൺകുട്ടി ആയിരിക്കണം എൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ഭാര്യ. അതിനു വേണ്ടി എന്ത് ചെയ്യണം? നീ ഇവിടുന്ന് പോകണം. പോയി ചെന്ന് എൻ്റെ സ്വന്തം നാട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ ഊരുദേശത്ത് അവിടെ ചെല്ലുമ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? അവിടെ ചെന്നേച്ച് ഞാൻ ചെന്നേച്ച് പറയാം, ഒരു പെൺകുട്ടിയെ തരണം, എൻ്റെ യജമാൻ്റെ മകളെ ഒരു സ്ത്രീയെ വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അപ്പം അബ്രഹാം പറയുക, എന്നെ വിളിച്ച് ഇവിടേക്ക് വന്ന യഹോവയാണ് കൽപ്പിക്കുന്നത്, അത് നടക്കും. അങ്ങനെ ധൈര്യപ്പെടുത്തുമ്പോൾ ഈ ഭൃത്യൻ പോവുകയാണ്. ഭൃത്യൻ പോകുമ്പോഴും ഭൃത്യന് മനസ്സിലൊരു അടയാളം കണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ്. എൻ്റെ ദൈവം, ഇനി എങ്ങനെ ഒരു കൊച്ചിനെ കണ്ടുപിടിക്കും അല്ലേ? ഒരടയാളം മനസ്സിൽ സങ്കല്പിച്ചു. എന്തായിരുന്നു? പറ. ഞാൻ ആ ദേശത്ത് ചെന്നേ, വഴി നടന്നല്ലേ പോകുന്നേ. അപ്പോൾ ഒരു കിണറിൻ്റെ അരികിൽ പോയിരിക്കും. ഏതെങ്കിലും കിണർ കാണുമല്ലോ, കിണറ്റിൽ പോയിരിക്കും. അപ്പോൾ ആ വരുന്ന പെൺകുട്ടികൾ, ഒത്തിരി പേരവിടെ വരാമല്ലോ, ആ വരുന്ന പെൺകുട്ടികളിൽ അല്ലെ സ്ത്രീകളിൽ ഈ ഒരു കണ്ടീഷൻ പറയണേ. എന്താ കണ്ടീഷൻ പറയുന്നേ? ആ വെള്ളം കോരി ഈ മനുഷ്യനായി എനിക്ക് തരണം, യജമാനെ കുടിക്കുക എന്ന് പറഞ്ഞ് വെള്ളം കോരി എനിക്ക് തരികയും, പിന്നെ അങ്ങയുടെ ഒട്ടകങ്ങൾക്കും നിന്റെ ഒട്ടകങ്ങൾക്കും വെള്ളം ഞാൻ കോരി തരാമെന്ന് പറയുന്ന പെൺകുട്ടി ആരാണ്? എൻ്റെ യജമാനൻ്റെ മകൻ്റെ അല്ലെ ഇസഹാക്കിൻ്റെ ഭാര്യയാണ്. ഇതാ പുള്ളിയുടെ നേർച്ച അല്ലെങ്കിൽ മനസ്സിലെ അടയാളം. ഇതും പറഞ്ഞ് അദ്ദേഹം പോയി അവിടെ ചെന്ന് കാത്തിരിക്കുക ഒരു കിണറിൻ്റെ അരികെ. ആദ്യമായ ഒരു പെൺകുട്ടി ഓടി വന്നു. ആരായിരുന്നു പറയുന്നേ? ഓടി വന്ന പെൺകുട്ടി ആരാ? റിബേക്ക തന്നെ. റിബേക്ക ഓടി വന്ന് ഈ വചനം തന്നെ പറയുന്നു. എന്താ? ഞാൻ യജമാനൻ ക്ഷീണിച്ചിരിക്കുക, ഞാൻ വെള്ളം കോരിത്തരാം, യജമാനൻ കുടിക്കുക, യജമാനൻ്റെ
ഒട്ടകങ്ങൾക്ക് ഞാൻ കോരി കൊടുക്കാം. ഇത് പറയുകയും ഈ ഭൃത്യൻ ചെയ്തത് എന്താ? എൻ്റെ യാത്ര സഫലമായി. എൻ്റെ യജമാന്റെ ദൈവം അല്ലേ, യഹോവ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞ് എൻ്റെ യാത്ര സഫലമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? കരുതി വെച്ചിരുന്ന മോതിരവും അല്ലേ മാലയും എന്ന് പറഞ്ഞാൽ ആഭരണങ്ങളെല്ലാം ആര് ധരിപ്പിച്ചു? ഈ പെൺകുട്ടിയെ ധരിപ്പിച്ചു. എന്നിട്ട് ആ പെൺകുട്ടിയുടെ ഈ കാര്യമൊക്കെ പറഞ്ഞു. പെൺകുട്ടി പറഞ്ഞ് എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോവുക. ആരുടെ? ഈ റിബേക്കയുടെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് റിബേക്കയുടെ സഹോദരന്, പിതാവ്, കുടുംബാംഗങ്ങളൊക്കെ ഇവർ കാര്യങ്ങൾ വിശദീകരിച്ചു പറഞ്ഞു. അപ്പോൾ അവരവിടെ വെച്ച് പറയുകയാണ്, ഇത് നമ്മളെടുത്ത തീരുമാനമല്ല, ഇത് യഹോവയാൽ ഈ നിശ്ചയം വന്നിരിക്കുന്നു, യഹോവയാൽ ഈ നിശ്ചയം വന്നിരിക്കുന്നു, അതുകൊണ്ട് നാം സമ്മതിക്കണം എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ ആരടുത്തേക്ക് കൊണ്ടുവരുക? ഇസഹാക്ക് കണ്ടിട്ടില്ല, റിബേക്ക കണ്ടിട്ടില്ല, മണവാളിനും മണവാട്ടിയും കണ്ടിട്ടില്ല. ഇന്ന് നടക്കുന്ന വിവാഹവുമായിട്ട് ഇസഹാക്കിൻ്റെ വിവാഹത്തെ നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തിയാട്ടെ. ഞാനൊന്നും പറയുന്നില്ല. ഭൃത്യനല്ല അപ്പനല്ല വല്യപ്പൻ പോയി കണ്ടുപിടിച്ചോണ്ട് വന്നാലും മക്കള് പറയും അപ്പനല്ലേ കണ്ടത്, അപ്പനങ്ങ് കെട്ടിക്കുമെന്ന് പറയും അല്ലേ. പെൺകുട്ടികളാണേലും പറയും അതെ അമ്മ വേണമെങ്കിൽ സ്വീകരിച്ചോളാൻ പറയും. ഓൺലൈനിൽ കണ്ടാലും എങ്ങനെ കണ്ടാലും അല്ലേ. അതിനകത്ത് 2-3 കാര്യങ്ങൾ വ്യക്തമായി വചനം പറയുന്നതാ, വേദപുസ്തകം പറയുന്നതാണ്. ഒന്ന്, അബ്രഹാം പറഞ്ഞ നിർബന്ധം എന്താ പറയുന്നേ? ഒന്നാമത്തെ കണ്ടീഷൻ, നമ്മുടെ കുടുംബത്തിലും ചാർച്ചയിലും ഇന്ന് വലിയൊരു വെല്ലുവിളിയല്ലേ. എത്ര ഞാനും ഒരു പിതാവാണ്, നിങ്ങളുമൊക്കെ പിതാവാണ്, അമ്മമാരാണ്, നമുക്കും മക്കളുണ്ട്. പക്ഷേ നമ്മളൊക്കെയും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഇന്നത്തെ തലമുറയെ ഓർത്ത് എന്താ പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, ദൈവമേ നീ ഒരു പെണ്ണിനെ വല്ലതും കണ്ടുപിടിക്കുകയാണെങ്കിൽ അല്ലേ നമ്മളെ ജാതിയിലും വിധത്തിലും ആയിരിക്കണേ എന്ന് നമ്മൾ വേണേൽ പൊതുവെ പറയാം. അല്ലെ രണ്ടാമത്തെ കണ്ടീഷൻ പറയും, നമ്മുടെ സഭയിലല്ലെങ്കിൽ പറയുന്നേ എല്ലാവരും പറയുന്നേ ക്രിസ്ത്യാനിയെങ്കിലും ആയിരിക്കണേ. പക്ഷെ ഇതൊന്നും അതിന് നടക്കുന്നത്. അതുകൊണ്ട് തലമുറകൾ നശിക്കുകയാണ്. നശിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഞാനൊരു സംഭവം പറയാം. ഞാൻ പണ്ട് ഇടുക്കിയിലിരുന്നപ്പോൾ ഒരു ആശുപത്രിയുടെ ചുമതല ഉണ്ടായിരുന്നു. അവിടെ വലിയൊരു പഠിച്ച ഒരു ഡോക്ടറെ ബോണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓർത്തഡോക്സുകാരാണ്, തൃശ്ശൂരുകാർ, ഇദ്ദേഹം പറയുന്നു. അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് കൂടെ പഠിച്ച ഒരു ഡോക്ടർ തന്നെയാണ്. അവർ ഹൈന്ദവ ഇതിലായിരുന്നു. അവർ സ്നേഹത്തിലായി കല്യാണം കഴിച്ചു. സന്തോഷമായിരുന്നു. ആദ്യം നമ്മളവർ തമ്മിൽ പറഞ്ഞത് ഒരു വാക്ക്, നമ്മുടെ മതം നമ്മുടെ സ്നേഹത്തിനൊരു തടസ്സമല്ല. ആദ്യം വിവാഹം പള്ളിയിൽ വെച്ച് നടത്തി, പിന്നീട് ആ വിവാഹം തന്നെ ക്ഷേത്രത്തിൽ വെച്ച് നടത്തി. സന്തോഷമായിട്ട് അവിടെ വന്ന് ജീവിച്ചതൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ കേൾക്കാൻ സാധിച്ചത് കുഞ്ഞുങ്ങളായപ്പോഴാണ് പേരിടുന്നത് പോട്ടെ, റിലീജിയൻ എഴുതണ്ടേ, അവിടെ വന്നപ്പോഴും പിന്നെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ഒരു ചെറിയ സംഭവം എൻ്റെ ഓർമ്മയൊന്നേ പറഞ്ഞുള്ളൂ. നമ്മൾ ഓർത്ത് നോക്കണം, കുടുംബമെന്ന് പറയുന്നത് നിന്റെ ശരീരത്തോട് ശരീരവും നിന്റെ മനസ്സിനോട് മനസ്സും നിന്റെ ദേഹിയോട് ദേഹവും ചേർന്ന് അവരിരുവരും ഒരു ദേഹമായി തീരുന്ന ദൈവികമായ രഹസ്യത്തിലേക്ക് പങ്കാളിയാകണമെങ്കിൽ ചില കണ്ടീഷനൊക്കെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫാമിലി പ്രൈസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. കുടുംബ ബന്ധങ്ങൾ തകരുന്നതിന് പല കാരണങ്ങളിൽ ഒരു കാരണം ഇത് തന്നെയാണ് എന്നുള്ളത് നാം ഓർക്കണം. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അനേക വെല്ലുവിളികളല്ല, ചതിക്കുഴികൾ തന്നെ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ ഉണ്ട് എന്നത് നമ്മുടെ തലമുറ മുതിർന്നവരും നമ്മുടെ സമൂഹമായി തിരിച്ചറിയണം. പല ജിഹാദുകളാണ് നടക്കുന്നത്. ലവ് ജിഹാദ്,
മണി ജിഹാദ്, മീഡിയ ജിഹാദ്, ഇതെല്ലാം നമ്മളുടെ കുട്ടികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു വർഷമൊക്കെ കഴിഞ്ഞാണ് ഞാൻ എൻ്റെ ഭാര്യയും കൂടി ഒരു ഭവനത്തിൽ ചെന്നു. ആ മാതാപിതാക്കൾ വളരെയധികം ഇതിലേക്ക് കരയുകയാണ്. അവർ പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്. നമ്മുടെ സഭയിൽ PG ഡിഗ്രിയൊക്കെ എടുത്ത നല്ല ഒരു പെൺകുട്ടി, 2 പെൺകുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ, സൺഡേ സ്കൂൾ അധ്യാപിക, അങ്ങനെയായിരുന്ന കുട്ടി ഒരു മുസ്ലിം യുവാവ്. ഓക്കെ, അവരതിനും പറയുന്നുണ്ട്, മുഖത്തും നോക്കി മാതാപിതാക്കളോട് ഞാൻ പോവുക എന്ന് പറഞ്ഞ് ഓടിപ്പോവുക. അവർ പറയുന്നു, വെച്ചാൽ ജീവിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നതിന് വേണ്ടിയില്ലായിരുന്നു. ഇവിടെ കാലം പോലുമില്ല, വാടകയ്ക്ക് താമസിക്കുന്നവൻ, ഒരു ബസ്സിലെ കണ്ടക്ടർ. പോട്ടെ, അവൻ ആദ്യത്തെ വിവാഹമാണ് വേണ്ടിയില്ല, അവന് ഒരു ഭാര്യ മക്കളും ഉണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ വളർന്നു വരുന്ന തലമുറയെ എങ്ങനെ ചൂഷണം ചെയ്ത് ഈ അല്ലെങ്കിൽ എന്താ അവരുടെ ബോധങ്ങളെ എങ്ങനെ നിയന്ത്രിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ അബദ്ധങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് പ്രിയമുള്ളവർ വലിയൊരു അപകടമായി നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ തലമുറയ്ക്കുണ്ടാകണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ആ വിഷയം വിടുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഇസഹാക്കിൻ്റെ ജീവിതത്തിലെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ 3 കാര്യങ്ങൾ. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. ഇസഹാക്കും ഇസ്മായേലും കൂടി മെമ്രയ്ക്കരികെ സോഹരിൻ്റെ മകനായ എഫ്രോൻ എന്ന ഹിത്തിൻ്റെ നിലത്ത് മക്ഫേല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. അബ്രഹാമിൻ്റെ ശവസംസ്കാരത്തെ പറ്റിയാണ് പറയുന്നത്. ആരൊക്കെയാണ്? ഇസഹാക്കും ഇസ്മായേലും. നമുക്ക് ചരിത്രം അറിയാം. 85-ാമത്തെ വയസ്സിൽ ആർക്ക്? അബ്രഹാമിന് ലഭിച്ച മകനാണ് അല്ലേ? വൃത്തിയിൽ നിന്ന് ജനിച്ചതാണെങ്കിൽ പ്രജാതീയനാണെങ്കിലും എന്താ സംഭവിച്ചത്? അവനെയും അല്ലെ ഈ ഹാഗാറിനെയും ഇസ്മായിലിനെയും ഈ ഇസഹാക്ക് ജനിക്കുമ്പോഴേ സാറ നിർബന്ധം പറഞ്ഞ് ഭവനത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞതാണ്. അബ്രഹാം മരിക്കുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? പറയുന്നേ 175 വയസ്സുണ്ടായിരുന്നു അബ്രഹാമിന്. ആ വയസ്സിൽ മരിക്കുമ്പോൾ അപ്പോൾ ഈ 70 അല്ലെങ്കിൽ 100 തൊട്ട് 75 വയസ്സ് കാണും ആർക്ക്? ഇസഹാക്കിന്. അപ്പോൾ ഈ 100 വയസ്സിലല്ലേ ആ ജനിച്ചപ്പോൾ 75 വർഷവും പുറത്താക്കപ്പെട്ടവനാണ്. പക്ഷേ അവനുമായിട്ടുള്ള ഇസഹാക്കിൻ്റെ ബന്ധം എത്ര അല്ലേ ശ്രേഷ്ഠമായി കാത്തു സൂക്ഷിച്ചു. എൻ്റെ രക്തമാണ്, എൻ്റെ പിതാവിൻ്റെ മകനാണ് എന്ന സഹോദര ബന്ധം വളരെ വിലയേറിയതായി കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിത്വമാണ് ആര്? നമ്മുടെ കുടുംബമായി ജീവിക്കുമ്പോഴേ നമ്മുടെ മുമ്പിലും ഇസഹാക്ക് ഒരു വലിയ ചോദ്യമാണ്. കുടുംബത്തിൽ പല അംഗങ്ങളുണ്ടാകും. ഇപ്പോൾ ഒത്തിരി ഒന്നും കാണുകയില്ല. പണ്ട് 4, 5, 6 എത്രയും മക്കളുണ്ടായിരുന്നു. പക്ഷെ അതിൽ നഷ്ടങ്ങളുണ്ട്, ലാഭങ്ങളുണ്ട്. ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തികൾ സംസാരിക്കുമ്പോൾ അവർക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട്. സഹോദരന്മാരുമായി ചിലപ്പം രമ്യതയിലല്ല, അതിനൊക്കെ ന്യായങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, ഇസഹാക്കിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയാവണം. തമ്പുരാൻ നമ്മോട് ചോദിക്കും, നീ നിന്റെ സഹോദരൻ എവിടെ? അല്ലേ? കായനോട് യഹോവയാൻ ദൈവം ചോദിച്ച ചോദ്യം ഒരു നിമിഷം നമ്മോട് ചോദിക്കുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. എന്താ പറയണ്ടേ? നിന്റെ സഹോദരൻ എവിടെ? അവിടെ വിട്ടുവീഴ്ചകളുണ്ടെങ്കിലും നഷ്ടങ്ങളുണ്ടാവും, ത്യാഗങ്ങളുണ്ടാവും. എങ്കിലേ പരസ്പരമുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒത്തിരി നഷ്ടങ്ങളുണ്ടാവാം. പലരും പറയും, ഞാൻ കുടുംബത്തിന് വേണ്ടി അത് ചെയ്ത് ഒത്തിരി ചെയ്തു. ഓക്കെ, ഉണ്ട്, ഇല്ലെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ നീ നിന്റെ സഹോദരനെ നേടുവാൻ പല ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അബ്രഹാമിന് ഇഷ്ടമില്ലായിരുന്നായിരിക്കാം, അല്ലേ സാറായിക്ക് ഇഷ്ടമില്ലായിരിക്കാം ആരുമായിട്ടുള്ള ബന്ധം.
ഇസ്മായിലുമായിട്ടുള്ള ബന്ധം. പക്ഷേ ആര് കാത്തു സൂക്ഷിച്ചു? ഇസഹാക്ക് കാത്തു സൂക്ഷിച്ച് അബ്രഹാമിനെ ഈ ഭൂമിയിൽ യാത്രയാക്കുമ്പോൾ ഒരുപോലെ ചിലപ്പോൾ നമ്മളിന്ന് കാണണം നമ്മുടെ സഹോദരങ്ങളെ സ്വന്തം രക്തത്തെ പലപ്പോഴും പോലീസ് സ്റ്റേഷനിലാവാം, കോടതിയിലാവാം, അല്ലേ, പരസ്പരം തല്ലിക്കൊല്ലുന്നതാകാം. എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നത്തെ നാട്ടിൽ നമ്മൾ കാണുന്നത്. അപ്പം ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ഇത് ചേർന്നതല്ല എന്ന് ഇസഹാക്കിൻ്റെ ജീവിതം സാക്ഷ്യമായി നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. രണ്ടാമത്തെ കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുക, ആ സമയം പോകുന്നു. രണ്ടാമത്തെ കാര്യം ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 18-ാമത്തെ വാക്യം. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫിലിസ്തീർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിപ്പിച്ച് തൻ്റെ പിതാവ് അവയ്ക്ക് ഇട്ടിരുന്ന പേര് തന്നെ ഇട്ടു. നോക്കണേ, അബ്രഹാം മരിച്ചു, അവർക്ക് വീട് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ദേശത്ത് അബ്രഹാം പല കിണറുകൾ കുഴിച്ച് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതിനുശേഷം ഫിലിസ്തീനതെല്ലാം കൈയടക്കി കൊണ്ടുപോയായിരുന്നു. പക്ഷേ ഇസഹാക്ക് എന്ത് ചെയ്തു? വളർന്ന് പ്രബലനായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ ഫിലിസ്തീനെ ഓടിച്ചിട്ട് ആ സ്ഥലമെല്ലാം പിടിച്ചടക്കിയിട്ട് എന്ത് ചെയ്തു? ആ പഴയ കിണറെല്ലാം കുഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? എൻ്റെ പിതാവായ അബ്രഹാം ഇട്ട പേരുകൾ തന്നെ ഇട്ടു. അതാണ് അതിൻ്റെ വലിയ ശ്രേഷ്ഠത കാണുന്നത്. ഞാൻ നിങ്ങളുമാണ് ഇന്നത്തെ തലമുറയായിട്ടൊന്ന് ബന്ധപ്പെടുത്തിക്കുക. മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫോണിൻ്റെ അകത്ത് വന്ന നമ്മുടെ പി കെ ഗീവറിയസിൻ്റെ പ്രസംഗത്തിൽ ഒരു പ്രത്യേക ഷോട്ട് ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന വലിയ അപകടമാണ്. ആർത്ഥികത്തിലായ അല്ലെ പ്രായമായ മാതാപിതാക്കൾ നമ്മുടെ ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ, വീട്ടിലുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്താ പറയും? എൻ്റെ പപ്പ എൻ്റെ കൂടെയാണ്, അല്ലേ? എൻ്റെ പപ്പ അല്ലേ, അപ്പനും അമ്മയും അല്ലേ, എൻ്റെ അപ്പച്ചനും അമ്മച്ചും എൻ്റെ കൂടെയാണ്. ഇതെല്ലാവരും പറയുന്ന വാക്ക്. അച്ഛൻ വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് പറയും, ഒരിക്കലും നിനക്ക് നിന്റെ അപ്പനും അമ്മയും നിന്റെ കൂടെയാന്ന് പറയുവാൻ നിനക്ക് അവകാശമില്ല. അപ്പൻ്റെ പേരിൽ, പിതാവിൻ്റെ പേരിൽ മകൻ അറിയപ്പെടണം. പിതാവിൻ്റെ പേരായിരിക്കണം ഉയർന്നിരിക്കണം. ഞാൻ പണ്ട് കനകപുരം പള്ളിയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ വളരെ ശ്രേഷ്ഠമായ ഒരു കുടുംബത്തെ നോക്കി. എനിക്ക് വന്ന് 101 വയസ്സിലെങ്ങാണ്ട് അവിടുത്തെ അപ്പച്ചൻ മരിക്കുന്നു. അദ്ദേഹത്തിന് 100 വയസ്സ് വരെ നല്ല ആരോഗ്യ ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഓർമ്മയുടെ ഇല്ലാത്തത് ആരോഗ്യത്തോടെ ഇരുന്നു. വീട്ടിലെ എല്ലാ കാര്യവും മകനുണ്ട്. അപ്പൻ്റെ കൊടുത്ത അപ്പനാണ് ചിലപ്പോൾ ജോലിക്കാർക്കൊക്കെ ശമ്പളം അല്ലെങ്കിൽ കൂലി കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നതാണ്. അപ്പൻ്റെ സ്ഥാനത്തെ മറികടഞ്ഞ് ആ നേരെ കൂടെ ചേർന്നിരിക്കത്ത് പോലും പിതാവിൻ്റെ പള്ളിയിൽ വരുന്ന ഞാൻ ചെന്നപ്പോഴൊക്കെ 2007 കാലത്തൊക്കെ ചെന്നപ്പോൾ ഞാനത്തെ ചേട്ടനെ കഴിയുന്നു ആദ്യം ഓർത്തുപോയി. രണ്ടുപേരുടെ പള്ളിയിൽ വന്നിങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതേ, മാതാപിതാക്കളോടുള്ള നമ്മുടെ സമീപനവും ബന്ധവും ആ പിതാവിൻ്റെ പേര് ഉയരുവാൻ തക്കവണ്ണം ഇസഹാക്ക് ചെയ്ത ആ പ്രവൃത്തി. പിതാവ് മരിച്ചുപോയി, എന്നാൽ പോലും ആ ലോകത്തല്ലെങ്കിൽ ഇതിനപ്പുറമായ ലോകത്തിൽ ആത്മലോകത്തിരുന്ന് ആ പിതാവിൻ്റെ ഹൃദയം എത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ടാവും, അല്ലേ? ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മളൊക്കെ മരിച്ച് അടക്കുന്നതിന് മുമ്പ് ദേവാലയത്തിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ ഒഴുക്കാണം വെച്ച് അല്ലെങ്കിൽ നേർച്ച ഇട്ടിട്ട് വീട്ടിലെ മൂത്ത മകൻ കുമ്പിട്ട് വന്ന് എന്ത് ചെയ്യും? അപ്പം മുഴുവൻ. ഇപ്പം ചിലപ്പം പിള്ളേരോ ഒക്കെ ഉണ്ട്, അവരോട് കൂടി മുത്തിയിട്ട് അല്ലെ ചുംബനം കൊടുത്തിട്ട്, പണ്ടൊക്കെ ഒരാൾക്ക് മാത്രമേ അവകാശം, ഇപ്പം വേണമെങ്കിൽ അത് അനുവദിക്കും. അങ്ങനെ മൂടുന്ന ഒരു ഇതുണ്ട്. അതിനൊരു പ്രത്യേക അർത്ഥം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താ? ഈ പിതാവ് എന്തെല്ലാം തുടങ്ങി വെച്ചോ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ അദ്ദേഹം സ്വപ്നം കണ്ടോ, അല്ലെ അത് ചെയ്തോ, അത് വിശ്വസിച്ചോ, അത് അടുത്ത തലമുറയായി ഞങ്ങൾ
എന്ത് ചെയ്യും? ചെയ്തു കൊള്ളാമെന്ന് ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കുന്നതാകുമ്പോട്ട് നേർച്ച വെക്കണം. നമ്മൾ അറിയണം. പല മാതാപിതാക്കളും ചിലപ്പം കരയാറുണ്ട്, ഞാൻ മരിച്ച എൻ്റെ കല്ലറയിൽ ഒരു തിരി കത്തിക്കാൻ അല്ലെങ്കിൽ ഒരു കുർബാന ചൊല്ലിക്കാൻ ആരുണ്ടാകുമെന്ന് എനിക്ക് സംശയമാണ്. നമ്മുടെ ദേവാലയത്തിലുള്ളവരെ, വിശ്വാസത്തിലുള്ളവരുണ്ട്, വിശ്വാസം വിട്ട് പോയവർ കാണും. മക്കളില്ലാത്തവർ ശരി, അവർ അവരുടേതായ അവസ്ഥ ദൈവം കൊടുത്തിരിക്കുന്ന. ഞാൻ പറഞ്ഞത് അങ്ങനെ വിലപിക്കുന്ന മാതാപിതാക്കളുണ്ട്. കാരണം വരും തലമുറ നമ്മുടെ വിശ്വാസത്തിൽ നമ്മെ ഓർത്ത് നമ്മൾ ജീവിച്ച, നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ വിശ്വസിച്ച ആ കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളത് അത് മരണത്തിന് ശേഷം ജീവനോടെ ഇരിക്കുമ്പോൾ ഓർക്കണം. മാതാപിതാക്കളുടെ സ്വത്ത് എല്ലാവർക്കും വേണം. പക്ഷേ അവരെ ഈ ഭൂമിയിൽ നിന്ന് സന്തോഷത്തോടെ സംതൃപ്തിയോടെ യാത്ര ചെയ്യുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. ഈ വേദപുസ്തകത്തിലല്ല, നമ്മുടെ യഥാർത്ഥ ബൈബിളെന്ന് പറയുന്നത് പെഷീത്ത, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ RSV എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ പെഷീത്ത ബൈബിൾ എന്നുള്ളതാണ്, സുറിയാനി എന്നുള്ള ബൈബിള്. അതിൽ കുറേ 10 പുസ്തകങ്ങൾ കൂടുതലുണ്ട്. അതിലൊരു പുസ്തകമാണ് പ്രഭാഷകൻ്റെ പുസ്തകം. എന്താണ്? പ്രഭാഷകൻ്റെ പുസ്തകം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 7-ാം വാക്യം, നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ പഠിക്കണം. 4-ാം അധ്യായം 7-ാം വാക്യം ഇതാണ്. എന്താ? മാതാപിതാക്കളുടെ കണ്ണുനീർ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കും. ദൈവവചനമാണ്. എന്താ പറഞ്ഞത്? മാതാപിതാക്കളുടെ കണ്ണുനീര് കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കും. നമ്മൾ പലതും സമ്പാദിക്കാനും ഒത്തിരി നേട്ടങ്ങളൊക്കെ നേടുവാൻ തക്കവണ്ണം നമ്മൾ ഓടുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ ഭവനങ്ങൾ മാതാപിതാക്കൾ നെടുവീർപ്പോടെ കണ്ണുനീരോടെ ആണോ ജീവിക്കുന്നത്? അല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ നമ്മളുടെ പെരുമാറ്റം, എന്നാൽ അവരുടെ കുറ്റങ്ങളൊക്കെ കാണാം. ചിലപ്പോൾ പ്രായമാവും, ചുണ്ടി കൂടും, മുതലൊക്കെ പ്രശ്നങ്ങൾ കാണും, ഒക്കെ സ്വാഭാവികമാണ്. അതിനൊന്നും ഞാൻ നീതിയിരിക്കല്ല, അവർ ചെയ്യുന്നത് ശരിയാണെന്നും പറയുന്നില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ, മക്കൾ, അടുത്ത തലമുറ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരുടെ കണ്ണുനീര് നമ്മൾ വാങ്ങരുത്. അത് നമ്മുടെ തലമുറ, നമ്മുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അടിത്തറ ഇളക്കും എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. പ്രിയമുള്ളവരെ, ഇതാണ് ഇസഹാക്ക് ചെയ്തത്. തൻ്റെ പിതാവിൻ്റെ മനസ്സ് സന്തോഷിക്കുവാൻ തക്കവണ്ണമുള്ള പ്രവൃത്തികളാണ് ആ മകൻ ചെയ്തത്. അതുകൊണ്ട് കുടുംബമായി ജീവിക്കുമ്പോൾ, ദാമ്പത്യ ജീവിതത്തിൽ നമ്മുടെ മുൻ തലമുറയോടുള്ള നമ്മുടെ കടമകൾ എത്രമാത്രം നിറവേറ്റുന്നു. 3-ാമത്, ദാമ്പത്യ ജീവിതത്തിൽ ഇസഹാക്ക് സംരക്ഷിച്ചതായ ഒരു വലിയ മൂല്യം എന്ന് പറയുന്നത് 24-ാമത്തെ അധ്യായം 67-ാമത്തെ വാക്യം. 24-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 67-ാമത്തെ വാക്യം. ഇസഹാക്ക് അവളെ തൻ്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവൻ റിബേക്കയെ പരിഗ്രഹിച്ചു. അവൾ അവന് ഭാര്യയായി തീർന്നു. അവന് അവളിൽ സ്നേഹമായി. ഇങ്ങനെ ഇസഹാക്ക് തൻ്റെ അമ്മയുടെ മരണദുഃഖം മാറി. പ്രത്യേകമായി എടുത്തു പറയേണ്ട വലിയ എന്നെ ആകർഷിച്ചത് തന്നെയാണ് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ അവന് അവളിൽ സ്നേഹമായി. കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളിയോടുള്ള ബന്ധം, ജീവിതത്തിന് ദൈവം തന്നിരിക്കുന്ന ജീവിത പങ്കാളി, നമ്മളൊക്കെ പറയും ബെറ്റർ ഹാഫ്, അല്ലേ, നല്ല പകുതി എന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും. ജീവിത പങ്കാളിയോടുള്ള നമ്മുടെ ബന്ധം സ്നേഹത്തിൻ്റെ ആത്മാവിലായിരിക്കണം. എൻ്റെ ദൈവം നൽകിയ ജീവിത പങ്കാളിയെ പൂർണ്ണമായി സ്നേഹിക്കുവാൻ സാധിക്കാത്തവൻ ദൈവത്തോടാണ് എന്ത് ചെയ്യുന്നത്? മറുതലിക്കുന്നത്. ദൈവ കൽപ്പനയോടാണ് മറുതലിക്കുന്നത്. കാരണം ജീവിത പങ്കാളി ഒരാൾ മാത്രമല്ല, പരസ്പരമുള്ള സ്നേഹം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട്
തമ്പുരാൻ പറഞ്ഞ ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്താ? മരണം വരെ, അല്ലേ? മാതാപിതാവിനെയും വിട്ട് നീ ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. തമ്പുരാൻ പറയുന്നത് ഇത് വേർപെടുത്താൻ പറ്റത്തില്ല, അല്ലേ? വേർപെടുത്താവുന്ന ബന്ധമല്ല, മരണം വരെ ദൈവസന്നിധിയിൽ കാത്തു സൂക്ഷിക്കേണ്ട ബന്ധമാണ്. അത് ജീവിത പങ്കാളി ആയിരിക്കുന്ന നിലയിൽ സ്നേഹിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ട്, ശുഭചിഹ്നന്താൻ സ്ലീബ, അല്ലേ? വിജയക്കൊടിതാൻ സ്ലീബ നമ്മെ രക്ഷിച്ചിടും സ്ലീബായിൽ പോയി. അപ്പം ചൊല്ലുന്ന പറയുന്നേ, വിവാഹത്തിന് നിന്ന് കെട്ടുന്നതിന് മുമ്പ് പറയുന്നത്, അല്ലേ? വലിയ ആ കിരീടം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് സ്ലീബയുടെ കിരീടം. അതുകൊണ്ട് വിവാഹത്തിന് സ്വർഗത്തിൽ നിന്നൊരു കിരീടം കർത്തൻ്റെ അല്ലെങ്കിൽ തമ്പുരാൻ്റെ കയ്യിൽ വന്ന് ആചാര്യൻ്റെ കയ്യിൽ കൂടി ഇത് അതിൻ്റെ തലയിൽ വയ്ക്കപ്പെടുന്ന ആ കിരീടം എന്ന് പറയുന്നത് എന്താ പറയുന്നേ? കുരിശ, അല്ലേ? വിവാഹത്തിന് കൊണ്ടുവരുമ്പോൾ ഇതൊന്നും ആരും ഓർക്കുകയാണ്. ഒരു മാല കൊണ്ടുവരും, ചിലയിടത്ത് കുരിശ് പരിപാടിയില്ല, ഒരു പ്ലെയിൻ കുരിശുള്ള മാലയെ സ്വീകരിക്കുള്ളൂ. അവിടെ വാഴ്ത്തപ്പെടുന്ന ആ കുരിശാണ്, അല്ലാതെ മാലയല്ല, അല്ലേ? ആഘോഷമായി അണിയിച്ചിറക്കുന്നത് ആ കുരിശിന് ഒരു സന്ദേശമുണ്ടാകും, അൺകണ്ടീഷണൽ ലവ്, അല്ലേ? കാൽവറിയിൽ തമ്പുരാൻ നമുക്ക് വേണ്ടി മരിച്ച ആ ദൈവിക സ്നേഹത്തിൻ്റെ പൂർണ്ണത ഈ കുരിശിലാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് 1 ലേഖനം 13-ാം അധ്യായം പറയുന്നത് എന്താ? സ്നേഹത്തിൻ്റെ കീർത്തനം. ആ സ്നേഹം, ദൈവികമായ സ്നേഹം എന്ത് ചെയ്യുന്നു? എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. അതുകൊണ്ട് കുടുംബ ജീവിതത്തിൽ ജീവിത പങ്കാളിയെ വിട്ട് മറ്റൊരു ബന്ധം ദൈവത്തോടുള്ളതായ വലിയ വീഴ്ചയുടെ, ദൈവ കോപത്തിൻ്റെ, ദൈവ ശിക്ഷയുടെ അനുഭവമാണ്. അതുകൊണ്ട് ജീവിത പങ്കാളിയെ പൂർണ്ണമായ നിലയിൽ ഉൾക്കൊണ്ട് സ്നേഹിക്കുവാൻ, സ്നേഹത്തിലൂടെ മാത്രമേ നമുക്ക് സ്നേഹം കിട്ടുകയുള്ളൂ, അല്ല വേറെ ഒന്നും കിട്ടുകയില്ല, അല്ലേ? ഗീവ് റെസ്പെക്റ്റ്, അല്ലേ? ടേക്ക് റെസ്പെക്റ്റ്. സ്നേഹം കൊടുത്ത് സ്നേഹമാണ്, അല്ലാതെ ചുമ്മാതെ കിട്ടുന്നതല്ല. ഞാൻ അങ്ങോട്ട് സ്നേഹം കൊടുത്താലേ സ്നേഹം തിരിച്ചു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആ നിലയിൽ എന്ത് കുറവുകളാകട്ടെ, ആ കുറവുകളെ നിറവുകളാക്കുവാൻ തക്കവണ്ണം സ്നേഹമുണ്ടെങ്കിൽ കഴിയും. അത് ആ ദൈവിക സ്നേഹം ഈ ഇസഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തതുകൊണ്ട് എൻ്റെ അമ്മ മരിച്ച ദുഃഖം മാറുകയാണ്, സന്തോഷത്തോടെ ജീവിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പ്രിയമുള്ളവരെയും, നമ്മളിന്ന് ചിന്തിച്ചത് മറ്റൊന്നുമല്ല, ഇസഹാക്കിൻ്റെ ജീവിതം നമ്മൾ നോക്കണേ. തൻ്റെ ജനനം മുതൽ മരണം വരെ ഒരു കറുത്ത പാടും വീഴാത്ത ഉത്തമ സാക്ഷ്യ ജീവിതമാണ് ആര് ജീവിച്ചത്? ഇസഹാക്ക് ജീവിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഒരു കളങ്കവും പറ്റിയില്ല. പ്രത്യേകിച്ച് യൗവനത്തിൽ 40 വയസ്സിൽ പോലും പുറജാതികളുടെ നടുവിൽ നല്ല സുന്ദരിമായ പെൺകുട്ടികളുള്ളതായ ആ നാട്ടിൽ ഒരു പോറലേൽക്കാതെ ജീവിതത്തെ കാത്തു സൂക്ഷിച്ച വ്യക്തിത്വമാണ് ആര്? ഇസഹാക്ക്. എൻ്റെ ബാല്യം, എൻ്റെ ജനനം, ബാല്യം, പിതാവിൻ്റെ ആഗ്രഹം പൂർണ്ണമായി നിറവേറ്റപ്പെടാൻ ഓർത്ത് നോക്കി. ഇന്ന് നമ്മുടെ മുമ്പ് പറഞ്ഞപ്പോൾ പിന്നെയും ചേർത്ത് പറയാൻ ഒത്തിരി കാര്യങ്ങൾ തോന്നുകയാണ്. ഇന്നത്തെ ബാല്യത്തിൽ കുഞ്ഞുങ്ങൾ തന്നാൽ മാതാപിതാക്കളുടെ ഇഷ്ടമാണോ വീട്ടിൽ നടക്കുന്നത്? ആണോ? കുഞ്ഞുങ്ങൾ പറയുന്ന, പണ്ട് മാതാപിതാക്കൾ പറയുന്നതായിരുന്നു കുഞ്ഞുങ്ങൾ സ്വീകരിക്കും. ഇന്ന് കുഞ്ഞുങ്ങൾ പറയുന്നത് മാതാപിതാക്കൾ സ്വീകരിക്കുക. നേരെ തിരിച്ചു ആ ഒരു തലത്തിലേക്ക് മാറുകയാണ്. അവിടെ ഇഷ്ടമില്ല, അവർക്ക് ആ ഇഷ്ടമല്ല. അവർ ആ സ്കൂളിൽ പോകുന്ന അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ആ സ്കൂൾ വേണ്ട, അല്ലെ അവർക്ക് ആ സിലബസ്, അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റൊക്കെ പഠിച്ചുവിടും. അതൊക്കെ അവരുടേതായ ചോയ്സ് ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്ന ഏത് കാര്യത്തിനും ചെറിയ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ശാഠ്യങ്ങളായിട്ട് അവരുടെ ഇഷ്ടത്തിന് വളയപ്പെട്ട് അവരെ ആ നിലയിൽ കൊണ്ടുവരുമ്പോൾ പ്രിയമുള്ളവരെ, ആ വ്യക്തിത്വം നമ്മുടെ മേൽ നടത്തുന്നതായ എത്ര അപക്വമായ ആ തലത്തിലേക്ക് സമൂഹം മാറുകയാണ്. ഓർത്തു പോയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബാല്യം ഇസഹാക്കിൻ്റെ നല്ല മാതൃക. അതുകൊണ്ട് തലമുറകൾ
ഗുണപ്പെടണമെങ്കിൽ, നന്നാകണമെങ്കിൽ പുതിയ ആ കുട്ടികൾ ബാല്യകാലം തന്നെ നന്നായി വളരുവാൻ തക്കവണ്ണം ബലിപീഠത്തോട് ചേർത്തുള്ള ജീവിതം. രണ്ടാമത് യൗവനകാലം. ഞാൻ പറഞ്ഞല്ലോ, ഈ യൗവനകാലത്തിൽ പുറജാതിയുടെയിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പഴയതിലെ യൗസേപ്പിനെ പോലെ തന്നെ വിശുദ്ധിയോടെ ജീവിക്കുന്ന ആ വ്യക്തിത്വം. അതുകൊണ്ടാണ് സന്ധ്യാസമയത്ത് വെളിംപ്രദേശത്ത് പോയി യഹോവയാൻ ദൈവവുമായി ധ്യാനത്തിലിരിക്കുന്ന ആരെ? ഇസഹാക്കിനെ. എന്താ കാണുന്നത്? നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർക്ക എന്നത് യുവതികാരും യൗവനക്കാരും എല്ലാം വിളിച്ചു പറയും. പക്ഷേ വചനം അതുണ്ടായി. എത്ര പേര് സൃഷ്ടാവിനെ ഓർക്കുന്നു? മൂന്നാമത്, കുടുംബസ്ഥനായി ജീവിക്കുമ്പോൾ 3 തരത്തിലുള്ള ബന്ധങ്ങൾ. 1 അവൻ്റെ സഹോദരങ്ങളുമായി, 2 മാതാപിതാക്കളുമായി, 3 അവൻ്റെ ഭാര്യയുമായി ഉള്ള ആ ബന്ധത്തിൽ എത്രമാത്രം ശ്രേഷ്ഠമായ മാതൃകയാണ് ഈ ഇസഹാക്ക് നമുക്ക് നൽകുന്നത് എന്നോർപ്പിച്ചുകൊണ്ട് ഈ നോമ്പ് കാലം പ്രിയമുള്ളവരെ നന്നാവാനുള്ള എൻ്റെ ജീവിതത്തിലുള്ള എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് ഇസഹാക്കിനെ ഒന്ന് മാതൃകയാക്കി തിരുത്തുവാൻ തക്കവണ്ണം സാധിക്കുന്നുവെങ്കിൽ എൻ്റെ നോമ്പിനും പ്രാർത്ഥനയ്ക്കും ഈ അനുഷ്ഠാനത്തിനും അർത്ഥമുണ്ടാകും. ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹൃദയമായി നമ്മുടെ ഈ നോമ്പിലെ പ്രാർത്ഥനാ സംഗമം സമാപിക്കുകയാണ്. ഇന്ന് ഭവന നമുക്കായി വേർതിരിച്ചു. വളരെയധികം ആളുകൾ ഇന്ന് ഈ പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കുന്നു. ആദ്യമായി ഭവനക്കാരോട് വർഗീസ് ജോസഫ് കോയിറ്റിലത്ത് രാജി പ്രിയപ്പെട്ട മക്കളെ എല്ലാവരുമുള്ള സന്തോഷം, നന്ദി അറിയിക്കുകയാണ്. ഇത്തരം ആളുകൾ വരുവാൻ കാരണം അവരും എല്ലാവരെ ക്ഷണിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ക്ഷണം സ്വീകരിച്ച ദേവാലയത്തിൻ്റെ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ വന്ന് സംബന്ധിക്കുന്ന ഈ സമീപത്തുള്ളതായ നമ്മുടെ സഹോദരങ്ങൾ, കുട്ടിക്കപ്പള്ളി സെൻറ് തോമസ് പള്ളിക്കാരുണ്ട്, നമ്മുടെ പാമ്പാടി പള്ളിക്കാരുണ്ട്, മറ്റ് പല ഇടവുകളിലായി ഉള്ളവരുണ്ട്. എല്ലാവരും എനിക്കറിഞ്ഞുകൂടെങ്കിലും വന്നിട്ടുള്ള എല്ലാവരോടും നമ്മുടെ ശ്രദ്ധയോടെ നിങ്ങൾ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. പക്ഷത്തെ പ്രാർത്ഥന സംഗമം സമാപിക്കുമ്പോൾ പ്രത്യേകമായി നമ്മുടെ ദേവാലയത്തിൽ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇടവ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവയുടെ ട്രസ്റ്റി ബഹുമാനപ്പെട്ട സാജുവിലെ സാർ, അതുപോലെ സെക്രട്ടറി തോമസ് അബ്രഹാം, എല്ലാത്തുവയിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഈ കസേരകൾ, മൈക്ക്, അതുപോലെ എല്ലാ കാര്യം ബഹുമാനപ്പെട്ട അനീഷ്, അതുപോലെ തന്നെ അരുണ്, ഒരു കാര്യങ്ങളെല്ലാം മൈക്ക് മറ്റ് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും അതുപോലെ കഴിഞ്ഞ് വിളമ്പാനും എല്ലാ കാര്യങ്ങളും എല്ലാവരും സഹകരിച്ചു. എല്ലാവരോടുള്ളതായ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷ സമാപിക്കാം. കണ്ണുകളടയ്ക്കാം. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. അന്ത്യദിനത്തിൽ നാഥ നീ സന്തോഷിപ്പിക്കണമെന്നേ, ആത്മശരീരമനസ്സുകൾ നിൻ സ്തുതി പാടുന്നു കനിയൻ. ദേവാദി ദൈവമേ, കർത്താവേ, ഈ സന്ധ്യാസമയത്തിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. അത് അവിടുത്തെ ആത്മാവിൽ തിരുവനന്തപുരത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾ നാഥ ഞങ്ങൾ ശ്രവിച്ചുവല്ലോ. അതാ ഞങ്ങളുടെ ഹൃദയത്തിൽ അത് ആഴത്തിൽ പതിയുവാൻ, ഇസഹാക്കിൻ്റെ ജീവിതം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാതൃകയാക്കുവാൻ, അവിടുത്തെ കൽപ്പനകളെ പാലിക്കുവാൻ, ഞങ്ങളുടെ ബാല്യത്തിൽ, ഞങ്ങളുടെ യൗവനത്തിൽ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും നിഷ്ഠകൾ പാലിച്ച് ജീവിപ്പാനുള്ള ശക്തി ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. എന്നോപ്പ് നാഥ നമ്മുടെ ജീവിതത്തിൽ കുറവുകളെ പരിഹരിക്കുവാൻ, കെട്ടുകളെ പൊട്ടിപ്പോയവയെ ബന്ധിപ്പിക്കുവാൻ, ദൈവികമാകുന്ന ആ ബന്ധത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് പ്രാർത്ഥനയ്ക്കായി ഒരുക്കിയ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ. അതാ കടന്നു വന്ന എല്ലാ ഭവനങ്ങളെയും അവിടുത്തെ കൃപ അരുളി സന്തോഷവും സമാധാനവും എല്ലാവർക്കും ഇവിടുന്ന് പ്രദാനം ചെയ്യണമേ. നോമ്പും ദൈവമേ പീഡാനുഭവിച്ചും ഉയർപ്പ് വരുന്നതല്ല ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഭവിക്കണമേ. വ്യക്തിപരമായി ഞങ്ങളെ അലട്ടുന്ന എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് കൂടെ ഇരിക്കണമേ. പോകേണ്ട വഴികൾ വെളിപ്പെടുത്തണമേ. അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോരെ പുണ്യപ്പെടുത്തണമേ. ആയ ദേവമാതാവിൻ്റെയും സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ അപേക്ഷകളാൽ തന്നെ ആമേൻ. പരിശുദ്ധ പിതാവേ, പരിശുദ്ധ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാസ്തുടിരുവിൻ്റെ ഭവനങ്ങളായി ഞങ്ങളെ ചമയ്ക്കണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെ എല്ലാ സമയങ്ങളിലും നിന്റെ നിറഞ്ഞ് ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ആമേൻ. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകം നമ്മുടെ കൂടി വരെയാണ് നമ്മുടെ ഇടവകയിന്മേലും ദേശത്തിന്മേലും സംബന്ധിച്ച് എല്ലാവരുടെ മേലും ഭവനത്തിന്മേലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആദരണീയ അച്ഛൻ, മറ്റു വിശ്വാസികളെ, നമ്മുടെ വീടുകളിൽ വെച്ചുള്ള പ്രാർത്ഥനാ സംഗമത്തിൻ്റെ 5 സംഗമങ്ങൾക്കും നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ 5 സംഗമങ്ങളും വളരെ വിജയപ്രദവും അനുഗ്രഹപ്രദവുമായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാളും ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. ഇത് വിജയപ്രദമാക്കിയത് ഭരണസമിതിയുടെയും ആത്മീയ സംഘടനകളുടെയും ഒക്കെ പ്രവർത്തനമാണെന്ന് അച്ഛൻ സൂചിപ്പിച്ചു. എന്നാൽ ഈ സംഗമം ഇത്ര വിജയപ്രദവും അനുഗ്രഹപ്രദവുമായത് നമ്മുടെ അച്ഛൻ്റെ പ്രാർത്ഥനയും പരിശ്രമവും ആത്മാർത്ഥതയുമാണെന്നുള്ള വിവരം അറിയിച്ചു കൊള്ളുന്നു. അച്ഛന് ഈ സംഗമത്തിൻ്റെ പേരിലുള്ള നന്ദിയും അറിയിച്ചു.